അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനുള്ള ദൈവത്തിൻ്റെ ഔദാര്യവും സന്നദ്ധതയും ഇവിടെ യേശു ഊന്നിപ്പറയുന്നു. അവൻ മാതാപിതാക്കളെ ദൈവത്തോട് ഉപമിപ്പിക്കുന്നു. ആളുകൾ കുറവുകളും പാപികളും ആണെങ്കിലും അവർക്കിപ്പോഴും തങ്ങളുടെ കുട്ടികൾക്ക് നല്ല സമ്മാനങ്ങൾ നൽകുവാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ തികഞ്ഞ സ്നേഹവും നന്മയുമുള്ള ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമ്മാനം അവൻ്റെ പരിശുദ്ധാത്മാവ് എത്രയധികമായിട്ട് നൽകും. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ നന്മ. നമുക്ക് ഏറ്റവും നല്ല സമ്മാനങ്ങൾ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ സാന്നിധ്യം. രണ്ടാമതായി, ചോദിക്കുന്നതിൻ്റെ പ്രാധാന്യം. ദൈവത്തെ അന്വേഷിക്കുവാനും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് അവൻ നൽകുമെന്ന് വിശ്വസിക്കാനും യേശു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് ഒരു ദാനമായി നൽകുന്നു. കേവലം ഭൗതികമായ അനുഗ്രഹങ്ങളേക്കാൾ വിശ്വാസികളെ നയിക്കാനും ആശ്വസിപ്പിക്കാനും ശക്തീകരിക്കാനും ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നു. ഈ വാക്യം പ്രാർത്ഥനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലിനെ പിന്തുടരുന്നു. സ്ഥിരവും ആത്മാർത്ഥവുമായ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് നയിക്കുന്നു എന്ന് കാണിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.